പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 31 ഈ മാസത്തിന്റെ അവസാനത്തിൽ ദിവസത്തിൽ ശനിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നു. സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തി. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന്റെ വലിയ കൃപകളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 69 സങ്കീർത്തനം അതിന്റെ 30 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, ദൈവത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. 31 പറയുന്നു: അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. കണ്ടോ, വില കൊടുത്ത അന്നത്തെ കാലത്ത് കാളയും മൂരിയും ഒക്കെ കൊണ്ട് യാഗം കഴിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുക, അമ്മേൻ, അതിനേക്കാളൊക്കെ ദൈവത്തിന് പ്രസാദം നമ്മൾ ദൈവത്തിനെ നമ്മുടെ പാട്ടുപാടി സ്തുതിക്കുന്നതും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തുന്നതും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, എത്ര ഭാഗ്യവാന്മാരാ നമുക്ക് സ്തുതിക്കുവാൻ, സ്തോത്രം പറയുവാൻ നമ്മുടെ നാവിന് കർത്താവ് ബലം തന്നു. പാട്ടുപാടുവാൻ കർത്താവ് നമ്മുടെ തൊണ്ടയ്ക്ക് ശബ്ദം തന്നു. അങ്ങനെയെങ്കിൽ പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരം. ഹല്ലേലൂയ. ഏതാ? ഞാൻ പാട്ടോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കും, സ്തോത്രത്തോടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. അത് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, പാട്ട് പാടുന്നതിനും സ്തോത്രം പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. അതെല്ലാത്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ്. നിങ്ങൾ സ്തോത്ര കാഴ്ച ഇടുന്നതിനേക്കാൾ, നിങ്ങളിടുന്ന പണത്തിനേക്കാൾ, നിങ്ങൾ കൊടുക്കുന്ന ദശാംശത്തിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതാണ് നിങ്ങൾ ആത്മാർത്ഥമായി പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നു. ആമേൻ. 32 പറഞ്ഞു: സൗമ്യതയുള്ള ഉള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. 34 ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. കണ്ടോ, സകലതും എൻ്റെ കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി തന്ന ഉറക്കത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി കർത്താവ് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, സമയങ്ങളിൽ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആവശ്യങ്ങൾ ദൈവികമായ ഇടപെടൽ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ആമേൻ ആമേൻ, ക്യാൻസറിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ബയോപ്സിക്കൊക്കെ കൊടുത്തിട്ട് ആമേൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ റിസൾട്ടുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നെഗറ്റീവായി വരട്ടെ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമം തന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കണം. കൊറോണയാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെയും വേഗത്തിൽ ഡിസ്ചാർജ് ആവുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ബ്ലഡിനകത്ത് ഇൻഫെക്ഷനായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഇൻഫെക്ഷനുകൾ മാറട്ടെ. അവൻ യേശുവിന്റെ നാമത്തിൽ ആ രക്തം ശുദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ
കിഡ്നിക്കകത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കല്ലുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പൊടിഞ്ഞു പോട്ടെ. പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ. തൈറോയിഡ് മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. തൈറോയിഡ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. അത് ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. കർത്താവേ, എല്ലാ ഹോർമോണൽ ഇഷ്യൂസും യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ ഹോർമോണൽ ഇംബാലൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന്, വിടുതലിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ക്ഷീണം അനുഭവിക്കുന്നവർ, ഇന്ന് പകൽക്കാലം അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ലോകമെമ്പാടുള്ള കർത്തദാസന്മാരെയും ദൈവസഭയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരിക്കണം. ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ. ആമേൻ. നമ്മൾ ദൈവവചനത്തിലേക്ക് കയറുക. ഇന്നലത്തെ വചനം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. അന്വേഷിക്കണം കർത്താവിനെ, അർത്ഥം അവനോടുകൂടെ ഇരിക്കണം, അവനെ ആരാധിക്കണം. അപ്പോൾ അവൻ ശുഭകരമായി പ്രവർത്തിപ്പാൻ നമുക്ക് വേണ്ടുന്ന പരിജ്ഞാനം തരും. ഇന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19. അവിടെ ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന immeasurable and unlimited and surpassing greatness of his power. ആമേൻ. അപ്പം ഇവിടെ പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നവരായ നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് തരാമെന്നല്ല പറഞ്ഞ്, ഇത് ഓൾറെഡി നമ്മുടെ അകത്തുള്ളതാണ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫേസ്യൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഇവരുടെ കണ്ണ് തുറക്കണമേ, ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. കർത്താവേ, ഇവരുടെ അകത്ത് വിശ്വസിക്കുന്ന, ഇവരുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. എന്നിട്ട് പറയാം, ഈ ശക്തി ഉണ്ടല്ലോ, ഈ ശക്തിയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക. മരിച്ച യേശു, അതായത് കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുന്ന യേശുവിൻ്റെ മേൽ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശു മരിച്ചവരുടെ ഇന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ആമേൻ ദൈവത്തിൻ്റെ ശക്തി അവൈലബിളാണ്. അത് ഇനി വരാൻ പോകുന്നതല്ല, ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. ആമേൻ, ആമേൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. നമ്മുടെ ഉള്ളിൽ, വേറെ ആരുടെയും ഉള്ളിലല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നോ ആ സാഹചര്യത്തിൽ നിങ്ങളെ വിടുവിക്കുന്നത്, നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി അവൈലബിളാണ്. ഇന്ന് 2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, എല്ലാവരും പറയും ഈ ശക്തി വ്യാപരിക്കുന്നുണ്ട്, ഈ ശക്തി എന്നിലുണ്ട് എന്ന് ഉപദേശിമാരെല്ലാം നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് കേൾക്കുന്നു. പക്ഷെ എങ്ങനെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഈ ശക്തി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും? 2 മാർഗങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. വചനം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കും. വചനം എന്ന് പറയുന്നത് ശക്തിയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, എന്നാൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾക്ക് ദൈവശക്തിയുമാകുന്നു. രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അപ്പോൾ വചനത്തിനകത്ത് അസാധാരണമായ ശക്തിയുണ്ട്. ആമേൻ. തിരുവചനം പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല. അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ് ആയി വിടുകയില്ല, ഹെൽപ്ലെസ് ആയി വിടുകയില്ല. നമ്മൾ ഏത് സാഹചര്യത്തിലും വിശ്വസിക്കണം. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്താ? ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഞാൻ നിനക്ക് ഹോപ്പില്ലാത്ത, പ്രത്യാശയില്ലാത്തവനായോ, ആമേൻ, ഹെൽപ്ലെസ് ആയിട്ടോ, ആമേൻ, സഹായമില്ലാത്തവനായിട്ടോ നിന്നെ ഒരിക്കലും വിടത്തില്ല. അപ്പം നമ്മളത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. ഡോക്ടർമാർ പറഞ്ഞു ഈ രോഗം സൗഖ്യമാകത്തില്ല, എന്നാൽ തിരുവചനത്തിൽ പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അപ്പം ഡോക്ടർമാർ പറഞ്ഞ വാക്ക് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ നെഗറ്റീവ് എനർജി, അയ്യോ ഇനി ഞാൻ രോഗിയായി, ഞാൻ മരിച്ചു പോകും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും. അപ്പോൾ അവിടെ എന്ത് വ്യാപരിക്കും? ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അപ്പം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അപ്പം ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ ആമേൻ, വചനത്തിനകത്തുള്ള ദൈവത്തിൻ്റെ ശക്തി, ആമേൻ, വചനമാണ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൽ
വചനത്തിൽ വിശ്വസിക്കുക. പത്രോസ് അവൻ വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്ന ആരുടെ വാക്ക് കേട്ടിട്ട്? യേശുവിന്റെ വാക്ക് കേട്ടിട്ട്. ആരെ നോക്കിയിട്ടാണ് നടന്നത്? യേശുവിനെ നോക്കിയിട്ടാണ് നടന്നത്. അപ്പൊ അന്ന് യേശു ജഡത്തിൽ ഭൂമിയിലുണ്ട്. അപ്പൊ പത്രോസ് യേശുവിന്റെ മുഖത്തോട്ട് നോക്കുന്നു, യേശു പറഞ്ഞ ശബ്ദം കേൾക്കുന്നു. ഇന്ന് നമുക്ക് യേശുവിന്റെ ശബ്ദം കേൾക്കുവാനും യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാനും നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കണം. നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആരെ നോക്കണം? ആ വചനത്തെ നോക്കണം. എന്നിട്ട് അത് വിശ്വസിക്കണം. അത് യേശുവാ. വചനമെന്ന് പറയുന്നത് യേശുവാ. അപ്പൊ വചനം വിശ്വസിക്കുമ്പോൾ നിങ്ങൾ യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. വചനത്തെ നോക്കുമ്പോൾ നിങ്ങൾ യേശുവിനെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ വചനത്തെ നോക്കുന്നു, വചനത്തെ വിശ്വസിക്കുന്നു. പത്രോസേ എങ്ങനെ മുങ്ങിപ്പോയത്? ഞാൻ യേശുവിന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തപ്പോൾ ചുറ്റുമടിക്കുന്ന തിരമാലകളെ കണ്ടപ്പോൾ എൻ്റെ കാല് വെള്ളത്തിൽ മുങ്ങിപ്പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വചനത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറ്റരുത്. അർത്ഥം തന്നെ എപ്പോഴും ഏതോസം നോക്കിയിരിക്കണമെന്നാണ്? അല്ല. അവൻ ചുറ്റുപാട് ആളുകൾ പറയുന്നതല്ലേ കേൾക്കേണ്ടത്. വചനത്തിൽ പറഞ്ഞത് തന്നെ നോക്കണം. വചനത്തിൽ തന്നെ പറഞ്ഞത് തന്നെ നോക്കി ജീവിക്കണം. അല്ലെങ്കിൽ അത് തന്നെ വിശ്വസിച്ച് ജീവിക്കണം. അവിടുന്ന് എന്തൊക്കെ ചുറ്റുപാടിലുണ്ടായെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ വിശ്വാസം മാറ്റരുത്. അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ പറഞ്ഞ തലമുറയെ തരുമെന്ന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് തലമുറയെ കൊടുത്തത്? പക്ഷെ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്നാണ് പറയുന്നത്. അർത്ഥം എന്നാണെന്നറിയോ? അബ്രഹാം മനുഷ്യര് പറഞ്ഞു, എടാ ഇനി നിനക്ക് എപ്പോൾ ഉണ്ടാകാൻ, ഇത്രയും പ്രായമായില്ലേടാ, എടാ ഇതൊക്കെ അങ്ങനെ പലരോടും പലത് പറഞ്ഞിട്ടുണ്ട്, പലതും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കിട്ടുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാം ചിന്തിച്ചു കാണും, എന്നോട് ദൈവമാണ് പറഞ്ഞു, ദൈവം പറഞ്ഞ വാക്ക് നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചത് ദൈവം നീതിയായി കണക്കിട്ടു. അങ്ങനെ കാലം കഴിഞ്ഞു, 75 കഴിഞ്ഞ് 80 കഴിഞ്ഞ് 85. പക്ഷെ സമയമായപ്പോൾ കർത്താവ് തലമുറയെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞത് വചനത്തിൽ വിശ്വസിക്കുക, അതിൽ നിന്ന് കണ്ണെടുക്കരുത്. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാ? ഫോട്ടോയിലിരിക്കുന്ന യേശുവല്ല, വചനത്തിൽ വിശ്വസിക്കണം. എന്നിട്ടോ ഫോട്ടോയിൽ നോക്കണമെന്നല്ല, വചനത്തിൽ നോക്കണം. ആ വചനത്തിൽ നിന്ന് കണ്ണ് പറിക്കരുത്. എന്നാക്കെ ചുറ്റും വന്നാലും ചുറ്റുപാട് എന്തൊക്കെ സംഭവിച്ചാലും ആ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതേ വിശ്വസിക്കാവുള്ളൂ. പത്രോസ് യേശുവിൽ മാത്രം നോക്കി നടന്നപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ നടന്നു. ചുറ്റിലോട്ട് നോക്കിയപ്പോൾ എന്ത് പറ്റി? വെള്ളത്തിൽ കാല് മുങ്ങിപ്പോയി. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫ്. യേശുവിൽ തന്നെ നോക്കിക്കോണം. അതായത് വചനത്തിൽ തന്നെ. ആര് പറയുന്നതും കേൾക്കണ്ട. അപ്പച്ചനും അമ്മച്ചി അയൽവാസികളും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ പറയാം അത് നടക്കത്തില്ല. പക്ഷെ വചനത്തിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി വിത്തൗട്ട് എനി ഫെയിൽ. വചനത്തിന് മാറ്റം വരത്തില്ല. അത് നടക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്നാ ചെയ്യണമെന്ന് അറിയാം? വിശ്വസിച്ച കാര്യം വിളിച്ചു പറയണം. വിശ്വസിച്ചത് എന്താണോ അത് വിളിച്ചു പറയണം. വിശ്വസിച്ചത് എന്താ? ദൈവവചനമാണോ? അത് നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിൽ അതിനുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചത് വിളിച്ചൂടെ പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഓൾറെഡി അവൈലബിളാ. അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ 1, ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം. 2, വിശ്വസിച്ച വചനം വാ തുറന്ന് വിളിച്ചു പറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വിശ്വസിച്ചത് സംഭവിക്കുക തന്നെ ചെയ്യും. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെ യഹോവ എന്നെ സൗഖ്യമാക്കും എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പറയണം. മറ്റുള്ളവരോട് പറയണം. ധൈര്യമായിട്ട് പറയണം. വചനത്തിലുണ്ടോ? നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. എൻ്റെ കർത്താവ് എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റും. അത് വചനത്തിലുള്ള, അത് മാറ്റിത്തരും. യഹോവ എൻ്റെ ഇടയനാ, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകത്തില്ല. അത് വിശ്വാസത്തോടെ പറയണം. അങ്ങനെ വചനം കണ്ടെത്തണം, വചനം ഭക്ഷിക്കണം. സാഹചര്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം, വചനത്തെ തന്നെ നോക്കണം, എന്നിട്ട് വചനം വിളിച്ചു പറയണം. അവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. യേശുവിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് നോക്കണേ? വചനത്തിലേക്ക് നോക്കണം. ഇന്ന് നമുക്ക് യേശുവിലേക്ക് നോക്കാനുള്ള വഴിയേതാ? വചനമാണ്. വചനത്തിലോട്ട് നോക്കുക, വിശ്വസിക്കുക. നെവർ നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. എത്ര ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ കിടക്കുന്നവരായിക്കോട്ടെ, എത്ര പ്രയാസത്തിന് നടുവിൽ കിടക്കുന്നവരായിക്കോട്ടെ, ആരും രക്ഷിക്കാനില്ലാതിരിക്കുന്നവരായിക്കോട്ടെ, ഇന്ന് ദൈവവചനം കണ്ടെത്തി അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് വിശ്വസിക്കുക, അതിൽ നിന്ന് മാറാതെ നിൽക്കുക, അത് വിളിച്ചു പറയുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ സ്ഥിതി മാറിയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിക്കോട്ടെ, ഈ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം എന്തോ അതിനെക്കുറിച്ച് പറയുന്നത് അത് തപ്പിയെടുക്കണം വചനത്തിൽ നിന്ന്. എന്നിട്ട് അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്നെ വന്നാലും അതിനകത്തൊന്നും മാറ്റം പറയില്ല. ഭാര്യ പറയും എൻ്റെ അച്ചായൻ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ എടി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അച്ചായൻ പറയുക ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഉടനെ ആൻറ്റി അച്ചായനോട് പറഞ്ഞു, അച്ചായ നോക്ക് വചനത്തിലുണ്ട്, വചനം മാറത്തില്ല അച്ചായ, ഇത് നമുക്ക് ലഭിക്കും. എന്നിട്ട് അത് തന്നെ നിങ്ങൾ പറയും. നിങ്ങൾ തമ്മിൽ പറയണം, കുഞ്ഞുങ്ങളോട് പറയണം, അയൽവാസികളോട് പറയണം, വചനത്തിൽ പറഞ്ഞത് പറയണം. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം ഏറ്റവും ശോഭനമായി മാറും കേട്ടോ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങൾ മറ്റുള്ളവർ കൂടെ പകർന്നു കൊടുക്കണം. അവരും ദൈവശക്തി അനുഭവിച്ച് ജീവിക്കും.
അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ദൈവവചനം വിശ്വസിക്കണം. ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറരുത്. 3, അവൻ വിശ്വസിച്ച വചനത്തെ വിളിച്ചു പറയണം. അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവശക്തി വ്യാപരിക്കും. ആ സാഹചര്യം എന്തുമായിക്കോട്ടെ, അത് ദൈവശക്തി വ്യാപരിച്ച് അത്ഭുതം നടക്കും. ദൈവശക്തി വ്യാപരിച്ചാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.